ഇപ്പോൾ നമ്മൾ സാധാരണ PDF ഫയലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. PDF ഫയൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു PDF ഫയൽ എങ്ങനെ പാസ്വേഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലാണ് നമ്മൾ PDF ഫയൽ പാസ്വേഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യൽ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ilovepdf എന്നുള്ളത് സെർച്ച് ചെയ്യുക. ilovepdf എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊട്ടക്ട് PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ സെലക്ട് PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് വേണ്ട PDF ഫയൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഈ ഒരു PDF ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ഡമ്മി 3 എന്നുള്ള PDF ഫയലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ സൈഡിൽ നമുക്ക് ഒരു സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ഇപ്പം ഇതിന് സെറ്റ് ചെയ്യേണ്ട പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനും കൂടി കാണാൻ പറ്റും. സെയിം പാസ്വേഡ് ഇവിടെ ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പ്രൊട്ടക്ട് PDF എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആഡിങ് പാസ്വേഡ് എന്നുള്ളത് കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ ഡൗൺലോഡ് പ്രൊട്ടക്റ്റഡ് PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക. ഡൗൺലോഡ് എന്നുള്ളത് കൊടുത്താൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ഒരു PDF ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള 1 2 3 4 5 6 എന്നുള്ള പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുകയാണ്. ഓക്കെ അടിച്ചതിന് ശേഷമാണ് ആ ഒരു PDF ഫയൽ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് PDF ഫയൽ പാസ്വേഡ് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.